നന്മയുടെ വിജയം മായാരാജിലൊക്കെ പറഞ്ഞത്. ചോദിച്ച നിങ്ങൾക്ക് തന്നെ ചിരി വരുമെന്നുണ്ടെന്നറിയാം. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തിക്കൊണ്ട് ഒരു ജനകീയമായ അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിലുള്ള ഒരു സംവിധാനത്തെ എല്ലാ അർത്ഥത്തിലും ഉന്നതരായ നേതാക്കന്മാർ എഴുതി വെച്ച എഗ്രിമെൻറ്റിനെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി നേടുന്ന വിജയം അത് നന്മയുടെ വിജയമാണോ എന്ന് പാലായിലെ ജനങ്ങൾ ചുരുങ്ങിയ നാളുകൾക്കകം വിധി എഴുതുമെന്ന് മാത്രമാണ്. അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇന്നലെ തന്നെ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കൗൺസിലേഴ്സ് മാത്രമാണ്. UDFിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന 9 കൗൺസിലർമാർ, ഞങ്ങൾ 9 പേരും ഒറ്റക്കെട്ടായിട്ട് ഇന്ന് ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ജനാധിപത്യ സമ്പ്രദായത്തിൽ അനിവാര്യമായ ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അവരുടെ വിജയം ഞങ്ങൾ സാങ്കേതികമായി അംഗീകരിക്കുന്നു. അതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. രാഷ്ട്രീയപരമായി അത് അംഗീകരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ പറയേണ്ട അഭിപ്രായമല്ല, പാലായിലെ പൊതുജനത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് നിന്ന് മത്സരിച്ച് വിജയിച്ച് അർഹമായ സ്ഥാനങ്ങൾ നേടിയെടുത്ത് വ്യക്തമായ എഗ്രിമെൻ്റൊക്കെ ഉള്ള സാഹചര്യത്തിൽ അത് രാഷ്ട്രീയപരമായ മതിയായ ഒരു കാരണങ്ങളില്ലാതെ കേവലം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുകയും ചില വിജയങ്ങൾ നേടുകയും ചെയ്തത് രാഷ്ട്രീയപരമായി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. നന്മയുടെ വിജയം മായാരാജിലൊക്കെ പറഞ്ഞത്. ചോദിച്ച നിങ്ങൾക്ക് തന്നെ ചിരി വരുമെന്നുണ്ടെന്നറിയാം. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തിക്കൊണ്ട് ഒരു ജനകീയമായ അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിലുള്ള ഒരു സംവിധാനത്തെ എല്ലാ അർത്ഥത്തിലും ഉന്നതരായ നേതാക്കന്മാർ എഴുതി വെച്ച എഗ്രിമെൻറ്റിനെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി നേടുന്ന വിജയം അത് നന്മയുടെ വിജയമാണോ എന്ന് പാലായിലെ ജനങ്ങൾ ചുരുങ്ങിയ നാളുകൾക്കകം വിധി എഴുതുമെന്ന് മാത്രമാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഒരു 3 കൗൺസിലർമാരുടെ തീരുമാനത്തിലാണ് ഈ ഭരണം തന്നെ താഴെ പോയത്. ആളുകൾ ശരിക്കും ചതിച്ചു എന്ന് തന്നെയാണ് നേരത്തെ പറയുന്നത്. അവർക്കെതിരെ കാര്യമായ നടപടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ആത്മാർത്ഥമായ നടപടി ഉണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ടോ? അല്ല, അത് പാർട്ടി നേതൃത്വം, ഞങ്ങളെ സംബന്ധിച്ച് UDFിൻ്റെ നേതൃത്വം, കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ നാട്ടകം സുരേഷ് MLA, ശ്രീ ഫ്രാൻസിസ് ജോർജ് MP, ബ്ലോക്ക് പ്രസിഡന്റ്, സംസ്ഥാന നേതാക്കന്മാർ ഇന്നലെ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് എന്ത് നടപടിയെടുക്കുമെന്ന്. മാത്രമല്ല 5 പേർക്കെതിരെ നിയമപരമായി ഇലക്ഷൻ കമ്മീഷനിലും മറ്റ് നിയമപരമായ രീതിയിൽ നിയമപരമായ നടപടിയുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞു. പോകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, പോയി കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് DCC പ്രസിഡന്റ് തന്നെയാണ് അത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ജില്ലയിലെ അവസാന വാക്കായ DCC പ്രസിഡന്റ് ഒരു തീരുമാനം പറഞ്ഞപ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ അതിന് മുകളിൽ ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല, ആർക്കുമില്ല. അവർ പാർട്ടിയിലില്ല എന്ന് DC പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ പ്രതികരണത്തിൽ ചെയർപേഴ്സണും മറ്റ് കോൺഗ്രസിന്റെ ഉപ കൗൺസിലർമാരും ഒക്കെ പറഞ്ഞത് പാലായിലെ ജനങ്ങളുടെ വിജയം എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 12 പേരാണ് ഉള്ളത്. ആ 12 പേര് CPMന്റെ ഉൾപ്പെടെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ഉൾപ്പെടെ പിന്തുണ വാങ്ങിക്കൊണ്ട് ഒരു ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഒരാൾ വിജയിച്ചു വന്നാൽ ആ വിജയത്തെ ജനങ്ങളുടെ വിജയമായിട്ട് കാണാൻ പറ്റുമോ? അതെങ്ങനെയാണെന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു തന്നത് ഒരു ധാർമ്മികതയോടെയോ അല്ലെങ്കിൽ ആശയപരമായ ഒരു വിജയമല്ലത്, ആമാശയപരമായ ഒരു വിജയമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേവലം വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വിജയം. ആ വിജയം ഒരുപക്ഷെ എല്ലാ കാലത്തും താൽക്കാലികമായ വിജയങ്ങൾ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് 9 പേര് ഒറ്റക്കെട്ടായി UDF എന്ന വലിയ പ്ലാറ്റ്ഫോമിൽ കോൺഗ്രസ് നേതൃത്വത്തെയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതൃത്വത്തിൻ്റെയും ഉൾപ്പെടെയുള്ള UDFിൻ്റെ നേതൃത്വത്തിൻ്റെ പൂർണ്ണമായ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പ്രവർത്തിക്കുന്നു. ഒരിക്കലുമല്ല. കാരണം വളരെ വ്യക്തമാണ്. 4 പേർക്ക് ഒരേ നോംസ് വെച്ച് വിപ്പ് ലംഘിച്ചുവെന്ന ആരോപണത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ആ ഒരു അടിസ്ഥാനത്തിലും 5ാമതൊരാൾ UDFിൻ്റെ കെട്ടുറപ്പിൻ്റെ നിയമപരമായ പരിധിയിൽ വിട്ട് പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ 5 പേർക്കെതിരെ ഇപ്പോൾ തന്നെ ഫയൽ ചെയ്തിരിക്കുന്നു. 5ാമത്തെ ആൾക്കെതിരെ വരും ദിവസങ്ങളിൽ തന്നെ 6ാമത്തെ കേസും 2ാമത്തെ കേസും കൊടുക്കുന്നതാണ്. പ്രധാനപ്പെട്ട കാര്യം വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളല്ല അഭിപ്രായം പറയേണ്ടത്. അതിന്റെ അഭിപ്രായം പറയേണ്ടത് കോൺഗ്രസിന്റെ UDFിന്റെ നേതൃത്വമാണ്. ഞങ്ങളെ സംബന്ധിച്ച് മറ്റൊരു സന്തോഷമുള്ളത്, ഈ അവിശ്വാസം ദിയ ബിനു പുളിക്കക്കണ്ടമെന്ന ചെയർപേഴ്സൺ 7 മാസക്കാലം ഭരിച്ചപ്പോൾ അവർ മുമ്പോട്ട് വെച്ച അവിശ്വാസത്തിന് കാരണമായി പറഞ്ഞിരുന്ന ചില കാരണങ്ങളുണ്ടല്ലോ. അത് പുല്ലുവെട്ടിയില്ല, അങ്ങനെയുള്ള ബാലിശമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്.
ആ അവിശ്വാസ പ്രമേയം അന്ന് അനുകൂലിച്ച ആള് അല്ലെങ്കിൽ ആളുകൾ അന്ന് കൊണ്ടുവന്ന അവർ ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ വസ്തുതകളൊന്നും വസ്തുതാപരമല്ലെന്നും അത് കേവലം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള ചരടുവലികൾ മാത്രമായിരുന്നുവെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ആ ഒരു സന്തോഷം ഞങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വേണമെന്ന് വിചാരിച്ചാൽ കേരള കോൺഗ്രസിനും LDF-നും അധികാരം പിടിക്കാൻ പാടില്ല. അവർ മാറി നിന്നതിന് പിന്നിൽ അതിനുള്ളിലെ പ്രശ്നങ്ങൾ തന്നെയല്ലേ? 100% അത് പ്രശ്നങ്ങൾ കാണും. ഞങ്ങൾക്ക് അതിനെപ്പറ്റി പറയാൻ അറിയത്തില്ല.